എന്റെ മോനും ഒരു അപകടം ഉണ്ടാവരുത്. പുറത്തേക്ക് വരുമ്പോ ആ ഡോക്ടറുടെ വായിന്ന് നല്ലത് മാത്രമേ വരാവൂ. അത് കേൾക്കാൻ മാത്രം എന്റെ മനസ്സാഗ്രഹിക്കുന്നു. ഇതൊന്നും കാണാനുള്ള ശക്തിയില്ല എനിക്ക്. എത്ര വട്ടം എന്റെ മോൻ അപകടത്തിൽപ്പെട്ടത്. ഇത്തവണ എന്റെ മോനൊന്നും സംഭവിക്കാതെ പുറത്തു വരണം. ഈ ആൾക്കാർക്കിടയിൽ വലിയേട്ടന്റെ ഒരു ശത്രുവും കടന്നുകൂടിയിട്ടുണ്ട്. അവര് വലിയേട്ടന് ഏതോ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോവത്രേ. ആ ഇഞ്ചക്ഷൻ കൊടുത്താ വലിയേട്ടൻ പാരലൈസ് ആവുമത്രേ. ഇക്കാര്യം ഞാൻ ഇവിടെയുള്ളവരോടൊക്കെ പറയണോ? പറഞ്ഞ ഇവരെല്ലാരും ആകെ പേടിക്കില്ലേ? ചെറിയ പ്രതീക്ഷ ഉള്ളത് കൂടി എല്ലാവർക്കും നഷ്ടപ്പെട്ടേക്കും. വെറുതെ എന്തിനാ ഇവരെയൊക്കെ പേടിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന? ആദ്യം ഡോക്ടർ എന്താ പറയുന്നതെന്ന് നോക്കാം. വല്യമ്മ ഇങ്ങനെ കരയല്ലേ? വല്യേട്ടനൊന്നും സംഭവിക്കില്ല. വല്യമ്മ ധൈര്യമായിട്ട് ഇരിക്കേ. ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞാൽ അതെങ്ങനെ പറ്റൂടാ? ഇവിടെ കുറെ ദുഷ്ടജാതകങ്ങള് മിഥുന് ചുറ്റും നിന്ന് മരണശാസനം എഴുതിക്കൊണ്ടിരിക്കാന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങനെ സമാധാനിക്കാനാ? വിവാഹമോചനം നടത്തി പറഞ്ഞയക്കാന്ന് വിചാരിച്ച കൂനിന്മേൽ ഒട്ടിയ കുരു പോലെ നമ്മുടെയൊക്കെ പ്രാണൻ എടുക്കാൻ വേണ്ടി ഇവിടെ അടിഞ്ഞു കൂടിയിരിക്കല്ലേ? വേലിനെ കിടന്നതിന് എവിടെയോ കൊണ്ടുവച്ച അവസ്ഥയിപ്പോ. ഇനി മിഥുന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. എപ്പോ വേണമെങ്കിലും എന്തു സംഭവിക്കും. പ്രിയമതേ, നീ ഇനി ശബ്ദിച്ചു പോകരുത്. മിഥുന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്ത് ഞങ്ങളെല്ലാവരോട് വിഷമിക്കുമ്പോ നീ എന്താ ജീവനോടെ കിട്ടില്ല, ഈ വഴിക്കങ്ങ് പോവെന്നൊക്കെ പറയുന്നേ? ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അനുഭവിച്ചേ പറ്റൂന്നാണ് വിധിയെങ്കിൽ മറ്റാർക്കും ഒന്നും ചെയ്യാനാവില്ല. ആര് കാരണമായാലും ശരി, എന്റെ മോനല്ല കിടക്കുന്നത്. അവന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് പേടിയാ ചേട്ടാ. ഓടി നടന്ന കുഞ്ഞായിരുന്നു. ആന്റി പ്ലീസ്, ആന്റി ഇങ്ങനെ പദം പരക്കി കരഞ്ഞ ഞങ്ങൾക്കൊക്കെ ആരാ ധൈര്യം തരിക? മിഥുൻ ഇതിന്നൊക്കെ രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാ. മിഥുൻ ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? ഒരു അത്യപൂർവമായ വിഷമുള്ള കെമിക്കൽ മിഥുനെ ആരോ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീഴാൻ കാരണം. മിഥുനെ ഇഞ്ചക്ട് ചെയ്തോന്നോ? അതെ മാഡം. ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് 1 മണിക്കൂറിനുള്ളിൽ ആ മരുന്നിന്റെ മറുമരുന്ന് ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളതാ. എങ്കിലത് എന്താന്ന് ഒന്ന് പെട്ടെന്ന് തന്നെ നോക്ക് ഡോക്ടറെ പ്ലീസ്. പക്ഷെ ആ മരുന്ന് പെട്ടെന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇൻഫാക്ട് മംഗലാപുരത്ത് കിട്ടുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അങ്ങനെയൊന്നും പറയല്ലേ ഡോക്ടറെ. അത് കിട്ടാനുള്ള മാർഗം എന്താണെന്നെങ്കിലും ഒന്ന് പറ. ഞാൻ പോയി കൊണ്ടുവന്നോളാം. മംഗലാപുരത്ത് മൊത്തം 3 സ്ഥലത്തെ അത് കിട്ടാൻ വഴിയുള്ളൂ. അങ്ങനെ അധികാരം ഇത് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞങ്ങൾ വിളിച്ചിട്ട് വരെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് നേരിട്ട് ചെല്ലണം. എവിടേക്ക് പോണ്ടെന്ന് പറ ഡോക്ടറെ. പൊൻതുരുത്തിയിലുള്ള സാഗർ കൃഷ്ണ കെമിക്കൽ കമ്പനി, ഋഷിപുരത്ത് വജ്രമേഘ കെമിക്കൽസ്, പിന്നെ പനമ്പൂരിലെ
കെയറിംഗ് ഹാൻഡ്സ് കെമിക്കൽസ്. ഈ മൂന്നിടത്തൊന്ന് ശ്രമിച്ചു നോക്ക്. അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിലും ഒന്ന് അന്വേഷിച്ചു നോക്ക്. അവിടെയൊക്കെ പോയി തിരിച്ചു വരാൻ ഒരുപാട് സമയമെടുക്കും. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ ഇഞ്ചക്ഷൻ കൊടുക്കുകയും വേണം. One minute. ഇതാണ് ആ മെഡിസിൻ. ഇനിയെല്ലാം ദൈവത്തിന്റെ വിധി പോലെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിസിൻ ഇവിടെ എത്തിക്കുന്നുവോ അത്രയും പെട്ടെന്ന് രോഗിയെ സുഖപ്പെടുത്താൻ പറ്റും. മറിച്ചായാൽ അയാളുടെ ജീവന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് എത്രയും വേഗം ആ സ്ഥലത്തേക്ക് പോകണം അച്ഛാ. ഒരാൾ മാത്രം പോയാ സമയത്ത് ചിലപ്പോ മെഡിസിനായിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പൊൻതുരുത്തിയിലേക്ക് പൊക്കോളാം. വിവേക്, നീ ഋഷിപുരത്തേക്ക് പൊക്കോ. അച്ഛൻ പനമ്പൂരിലേക്ക് പോണേ. പെട്ടെന്ന് പോയിട്ട് വാ. വിവേക്, വേഗം വരണോട്ടോ. നടക്ക്. എന്താ ഈശ്വര, പെട്ടെന്നൊരു വയറുവേദന. ഇനി ഞാൻ താഴെ വീണതിന്റെ ബലമായിരിക്കും. ഇപ്പൊ എന്താ ചെയ്യാ? ഹോസ്പിറ്റലിലേക്ക് പോയാ കാര്യം എല്ലാരും പിടിച്ചെടുക്കും. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് വീട്ടിലറിഞ്ഞ അത് മതി. എന്താ ഒരു മാർഗം? സഞ്ജനേ, സഞ്ജനേ, എന്താ അച്ഛമ്മേ? ആശുപത്രിയിൽ നിന്ന് ആരെങ്കിലും ഫോൺ ചെയ്തായിരുന്നോ? ഇതുവരെ ഇല്ല അച്ഛമ്മേ. ആരും ഫോൺ ചെയ്തിട്ട് എടുക്കുന്നുമില്ല. മിഥുന്റെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോ എന്റെ മനസ്സ് കടന്ന് പെടയുവാ. അച്ഛമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ. വലിയേട്ടന് ഒന്നും പറ്റില്ല. നിനക്കെന്താ? നിനക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ നിന്നെ പോലെ ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. നിനക്കുള്ള വിശ്വാസവും എനിക്ക് ഉണ്ടാവുന്നില്ല. ഒന്ന് അവിടേക്ക് ചെന്ന് അവനെ ഒന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട്. വല്യമ്മയും വല്യച്ഛനും മേഘനാട്ടത്തെയും എല്ലാരും അവിടെ ആശുപത്രിയിൽ ഉണ്ടല്ലോ അച്ഛമ്മ. അവര് കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. എന്നാ പിന്നെ നീ ഒന്നോടൊന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്ക്. അത് ചെയ്യാം. വിവേകേട്ടന് ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല അച്ഛമ്മേ. എന്നാ പിന്നെ വല്യച്ഛനെ ഒന്ന് വിളിച്ചു നോക്ക്. എന്തൊരു കഷ്ടാ, വല്യച്ഛന് ഫോൺ എടുക്കുന്നില്ല. അയ്യോ, ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും ആർക്കറിയാം. അച്ഛമ്മേ പ്ലീസ്, അച്ഛമ്മയെ വിഷമിച്ച് എന്നെയും കൂടി വിഷമിപ്പിക്കരുത്. കുറച്ചു നേരം കൂടി കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ വിളിച്ചു നോക്കാം.
ആന്റി പ്ലീസ്, അവരെല്ലാം പോയിരിക്കയല്ലേ. എങ്ങനെയെങ്കിലും മെഡിസിൻ ആയിട്ട് തിരിച്ചു വരൂ. ആന്റി ഇങ്ങനെ വിഷമിക്കാതിരിക്കും. അരുണിമേ, ചേട്ടാ ആ മെഡിസിൻ കിട്ടിയ ചേട്ടാ. ഇല്ല കിട്ടിയില്ല. ആ പരിസരം മുഴുവനും ഞാൻ അരിച്ചു കുറുക്കി. വിവേക്, നിനക്ക് ആ മെഡിസിൻ കിട്ടിയോടാ? അത് കിട്ടിയില്ല വല്യമ്മേ. മേഘനക്കെങ്കിലും അത് കിട്ടിയോന്ന് അറിയണമല്ലോ. വിവേക്, നീ ഒന്ന് വിളിച്ചേ. അച്ഛാ, മോളെ മേഘനെ, മെഡിസിൻ കിട്ടിയോ മോളെ? അതെവിടെയെങ്കിലും ഇല്ല അച്ഛാ. എല്ലായിടത്തും ചോദിച്ചു, എവിടെയാ മെഡിസിൻ ഇല്ല. എന്താ പറഞ്ഞേ? മെഡിസിൻ കിട്ടിയില്ലെന്നോ? ഇല്ല ഡോക്ടർ. എന്ത് പറ്റി ഡോക്ടർ? ഇപ്പൊ തന്നെ സമയം വൈകിപ്പോയി. ഓടിപ്പോയാ ഒരു അരമണിക്കൂർ കൂടി രോഗി പിടിച്ചു നിൽക്കുമായിരിക്കും. അതിനുള്ളിൽ ആ മെഡിസിൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ മിഥുന് ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അങ്ങനെയൊന്നും പറയരുത് ഡോക്ടർ, പ്ലീസ്. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ ഒന്നുമില്ല. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞേ, ആ മെഡിസിൻ കിട്ടിയാലേ രോഗി രക്ഷപ്പെടൂ. ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കും. അതില്ലെങ്കിൽ പിന്നെ രോഗിയുടെ കാര്യം. അയ്യോ, എന്തൊരു കാലക്കേടാ. എന്റെ മകന്റെ മരണത്തിന് ഞാൻ തന്നെ സാക്ഷിയാവേണ്ടി വരും. എത്ര കാശും പണം ഉണ്ടായിട്ട് എന്താ കാര്യം? നമുക്ക് നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരു വഴി കണ്ടുപിടിക്കാനാവുന്നില്ലല്ലോ. എന്തൊരു കഷ്ടാ ചേട്ടാ. എനിക്കതിങ് ഇഷ്ടായി. അടിപൊളി സീൻ. എന്നെ കണ്ട് പരിഹസിച്ച കുടുംബമല്ലേ ഇത്? ഇപ്പൊ ഞാൻ കാരണം എല്ലാവരും തല കുത്തിയിരുന്ന് കരയാ. ഇതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. പ്രവീൺ മാധവന്റെ മുമ്പിൽ നന്ദൻ കുടുംബം എപ്പോഴും തല കുനിച്ചു തന്നെ ഇരിക്കണം. എന്നോട് കളിക്കാൻ വന്നാലേ ഇതായിരിക്കും അവസ്ഥ. ഇനി ഈ കുടുംബത്തിൽ നിന്ന് സന്തോഷത്തിന്റെ സ്വരങ്ങൾ ഒരിക്കലും പുറത്തു വരരുത്. ഹലോ ഹലോ ഹലോ, ആരാ? ഹലോ, ഹലോ, ആരാ? ഇതൊന്നും കേൾക്കുന്നില്ല. പ്രവീൺ മാധവ്. കഷ്ടം. മിഥുന്റെ പ്രാണൻ കാറ്റത്തുലയുന്ന ദീപം പോലെ അണയാൻ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് നിനക്കെങ്ങനെ അറിയാം? നടന്ന സംഭവത്തിന്റെ ഒക്കെ സൂത്രധാരൻ ഞാനല്ലേ മോളെ. അപ്പൊ ഈ എനിക്കല്ലാതെ മറ്റാർക്കല്ല അറിയാ? പ്രവീൺ മാധവ് അറിയാതെ ഒരു ഇല പോലും ഇവിടെ അനങ്ങില്ല. ഇതെല്ലാം നിന്റെ പണിയായിരുന്നോ? ഒരു വ്യക്തിയുടെ ജീവൻ എടുത്തുകൊണ്ടാണോടാ നിന്റെ പ്രതികാരം ചെയ്യുന്നത്? മിഥുനേട്ടന്റെ മുന്നിൽ വിജയിക്കണായിരുന്നെങ്കിൽ അത് നേർക്ക് നേരെ നിന്ന് ചെയ്യണായിരുന്നു. ഇങ്ങനെ ഒളിപ്പൂര് നടത്തുന്നവനെ ഞാൻ വെറുതെ വിടില്ല.
അയ്യോ മേഘനെ, നിന്റെ പെട്ടെന്നുള്ള ആവേശം മിഥുന്റെ ആരോഗ്യത്തിന് ഒട്ടും തന്നെ നല്ലതല്ല കേട്ടോ. ഇപ്പൊ നീ കാണിക്കേണ്ടത് ആവേശമല്ല, നിന്റെ ബുദ്ധിയാണ്. ബുദ്ധിയോടെ ഓരോ ചുവടും വെച്ചാൽ നിനക്ക് നിന്റെ ഭർത്താവിനെ രക്ഷിക്കാനുള്ള മാർഗം ലഭിച്ചിരിക്കും. ആ മാർഗം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അവന്റെ സിരകളിലൂടെ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ആ കെമിക്കൽ വീര്യമില്ലാതാവണം. അതിനുള്ള മറുമരുന്ന് എന്റെ കയ്യിലുണ്ട്. ആ മറുമരുന്ന് വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം. എന്താ ഞാൻ ചെയ്യണ്ടേ? ദ പ്രസ്റ്റീജിയസ് ഭാരത് ടൗൺഷിപ്പ് പ്രോജക്ട് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാണെന്നുള്ള രീതിയിൽ നിന്റെ ഭർത്താവിനെ കൊണ്ടോ നിന്റെ അമ്മായിയമ്മയെ കൊണ്ടോ ഒരു സൈൻ ചെയ്യിപ്പിച്ച് എനിക്ക് തരണം. അതുപോലെ ഈ ഭാരത് ടൗൺഷിപ്പ് പ്രൊജക്ട് നിങ്ങൾ ഉപേക്ഷിക്കുകയാണെന്ന് മീഡിയയിലേക്ക് ഒരു അറിയിപ്പും കൊടുക്കണം. ആദ്യം അങ്ങ് ആ പ്രോജക്റ്റ് എന്നെ ഏൽപ്പിക്കേ. അതിനുശേഷം നിന്റെ ഭർത്താവിനെ രക്ഷിക്കാനുള്ള മറുമരുന്ന് ഞാൻ നിനക്കങ്ങ് തന്നേക്കാം. നീയാള് കൊള്ളാലോ. ഈ അവസ്ഥ മുതലെടുത്ത് നീ ആ പ്രൊജക്ട് അടിച്ചു മാറ്റാനുള്ള ശ്രമമാണല്ലേ? എന്റെ മേഘന, ഇതാ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞേ, ആവേശം ഒന്നിനൊരു പരിഹാരമല്ലെന്ന്. ബുദ്ധിയോടെ പെരുമാറിയാൽ നിനക്ക് നിന്റെ ഭർത്താവിനെ രക്ഷിക്കാം. ഇനിയെല്ലാം നീ തീരുമാനിക്കും. നിന്റെ ഭർത്താവിന് ജീവനോടെ വേണോ, ഭാരത് ടൗൺഷിപ്പ് പ്രോജക്റ്റ് വേണോന്ന്? പെട്ടെന്ന് തന്നെ തീരുമാനം വരണം, അല്ലെങ്കിൽ തന്നെ ഒട്ടും സമയമില്ല. അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന മിഥുൻ ആ വഴി അങ്ങ് കാലപുരിയിലേക്ക് പോകും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പ്രത്യേകം പറയുകയാണ്. നിന്റെ അതിസാമർത്ഥ്യം ഇത്തവണ അങ്ങ് മാറ്റി വെച്ചേക്ക്. ശരിക്ക് കേട്ടല്ലോ മേഘനെ? ഹലോ ഹലോ പ്രവീൺ മാധവ്. അല്ല മേഘനെ, എന്തായി മോളെ? ആരാ ഫോൺ ചെയ്തേ? പ്രവീൺ മാധവാണ് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞ ഇവരെല്ലാവരും പിന്നെയും പേടിക്കും. ഞാൻ തന്നെ ഒരു പരിഹാരം കണ്ടെത്തണം. ചോദിച്ചു കേട്ടില്ലേ ആരാ ഫോൺ ചെയ്തതെന്ന്? അതേതൊരു റോങ് നമ്പർ ആയിരുന്നു അച്ഛാ. ഞാനെന്നാ ഒരു സ്ഥലം വരെ പോയിട്ട് വരട്ടെ. മേഘനെ, നീയൊന്നവിടെ നിൽക്കുന്നുണ്ടോ? ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉള്ളിൽ നിൽക്കുമ്പോ നീ എവിടേക്കാ സർക്കിട്ട്? മഞ്ജലി, ഈ സമയത്ത് നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് എന്നെ കൊണ്ട് പറ്റില്ല. നിനക്ക് പറ്റുമെങ്കിൽ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക. എന്തൊരു കഷ്ടം ഈ മേഖലയുടെ കാര്യം. ഒരനക്കോ അല്ലാണ്ട് നമ്മുടെ മിഥുൻ അവിടെ കിടക്കുന്നത് കണ്ടിട്ട് പോലും അവക്കൊരു കൂസലുമില്ലല്ലോ ചേച്ചി. അവളുടെ ഭർത്താവല്ല അവിടെ കിടക്കുന്നത്. അതിനെ കുറിച്ച് അവളൊന്നും ചിന്തിക്കുന്നത് പോലുമില്ല. പ്രിയമതേ, മേഘനയെ കുറ്റം പറയാനുള്ള ഒരവസരവും നീ കളയരുത് കേട്ടോ. ഈ പ്രതികാര മനോഭാവം ഉണ്ടല്ലോ, ഇപ്പോഴെങ്കിലും ഒന്ന് നിർത്ത്. അറിയാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് അവളെ കുറ്റപ്പെടുത്തി നിനക്കൊന്നും നേടാൻ സാധിക്കില്ല. വാ തുറന്ന മേഘനയെ സപ്പോർട്ട് ചെയ്യാൻ ഓടി എത്തിക്കോളുമല്ലോ. അകത്ത് മിഥുന്റെ അവസ്ഥ എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. ഇപ്പൊ എന്താ അവക്ക് മലമറിക്കാനുള്ള? അത് അവൾ തിരിച്ചു വന്നതിന് ശേഷം നമുക്കറിയാൻ പറ്റും. അതുവരെ ഒന്ന് നാവടക്ക്. മിഥുൻ ഇപ്പൊ എങ്ങനെയുണ്ടോ ആവോ? അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഒരു രൂപവും ഇല്ലല്ലോ എന്റെ മോളെ. എല്ലാരും നമ്മളെ മറന്നെന്നാ തോന്നുന്നേ. ആരെ ഫോൺ ചെയ്ത് നോക്കിയാലും എല്ലാരും ബിസി അച്ഛമ്മേ.
ഇപ്പൊ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഒന്ന് അറിയാ? മോളെ മേഘനെ, മിഥുൻ ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? അവന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ? ചെറുക്കൻ കണ്ണു തുറന്ന് നിങ്ങളോടൊക്കെ സംസാരിച്ചോ? അച്ഛമ്മ ദേവിതി ഇങ്ങനെ പേടിക്കാതിരിക്കെ. മിഥുനേട്ടന് ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല അച്ഛമ്മ. അച്ഛമ്മ ധൈര്യമായിട്ടിരുന്നു.